അപ്പോൾ നമുക്കിന്നൊന്ന് വിഴിഞ്ഞം വരെ പോവാം. കാര്യം വിഴിഞ്ഞത്ത് നമ്മുടെ പോർട്ടിൽ മദർഷിപ്പ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കാം. മദർഷിപ്പ് എന്ന് പറയുമ്പോൾ വലിയ കണ്ടെയ്നർ ഷിപ്പുകളാണ് മദർഷിപ്പ്. അതങ്ങനെ എല്ലാ പോർട്ടിലൊന്നും അടുക്കത്തില്ല. കാര്യം അതെല്ലാ പോർട്ടിനും അതിനുള്ള അത്ര വലിയ പോർട്ടുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2 ഉള്ളെന്ന് തോന്നുന്നു. ഒന്ന് നമ്മുടെ വിഴിഞ്ഞത്തും പിന്നൊന്ന് ആൻഡമാൻ നിക്കോബാറിലും ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് നെറ്റിൽ കണ്ടത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നേക്കുന്നത് ഡെൻമാർക്കിലുള്ള SFL കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ മദർഷിപ്പാണ്. ചൈനയിൽ നിന്ന് ഒരു 2000 കണ്ടെയ്നേഴ്സുമായിട്ടാണ് അത് ഇപ്പം നമ്മുടെ ഈ വിഴിഞ്ഞത്തോട്ട് വന്നേക്കുന്നത്. അതിന് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള വലിയ മദർഷിപ്പാണ് നമ്മുടെ ഇവിടെ വന്നത്. അപ്പം നമുക്ക് വിഴിഞ്ഞം പോർട്ടിലോട്ടൊന്നും കയറി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ഈ വിഴിഞ്ഞം അക്വേറിയം കഴിഞ്ഞിട്ട് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ബൊള്ളാട് ഫുൾ ടെസ്റ്റ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഷിപ്പ് കാണാം. അപ്പം അങ്ങനെ പോയി കാണാമെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. എന്താണ് അവിടുത്തെ ഇതൊന്നും അറിഞ്ഞുകൂടെ. എനിക്ക് തോന്നുന്നു മിക്കവാറും നല്ല തിരക്കായിരിക്കും. കാര്യം ഇതുപോലെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും കാണാനായിട്ട്. തിരുവനന്തപുരത്തിന് സത്യം പറഞ്ഞാൽ ഒരു അഭിമാനമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇപ്പം. കാര്യം ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു മദർഷിപ്പ് ഒന്ന് അടുക്കുന്ന ഡോക്ക് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്താണ് ഉള്ളത്. വേറെ കൊച്ചിയിലൊന്നും ഇത്രയും വലിയ മദർഷിപ്പുകളൊന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് 500 ടണ്ണിൻ്റെ ഫുൾ ടെസ്റ്റ് നടത്തുന്ന ബൊള്ളാട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിപ്പോൾ ഷിപ്പ് കാണാൻ പറ്റും. അടുത്ത് കാണാൻ പറ്റില്ല, വളരെ ദൂരെയായിട്ടേ കാണാവൂ. സൂം ചെയ്താലും നമുക്കതിൻ്റെ കറക്റ്റ് സൈസ് അറിയാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ പോകണം. അതിന് 300 മീറ്റർ നീളം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം എന്തുമാത്രം വലുതായിരിക്കുമെന്ന്. ഇത്രയും ദൂരം ഒന്ന് നോക്കുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് വലിപ്പം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മാലിക് സിനിമയിലൊക്കെ കാണിക്കുന്ന ആ യേശുവിൻ്റെ രൂപം. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ ആയിരുന്നു ഇപ്പോൾ കണ്ടത്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടും ഇത് തന്നെയാണ്. അപ്പം ആ കാണുന്നതൊക്കെ ക്രെയിനാണ്, കണ്ടെയ്നേഴ്സ് നീക്കം ചെയ്യുന്നതിനുള്ള ക്രെയിനും. ആ പുറകുവശത്ത് കാണുന്നതാണ് നമ്മുടെ കണ്ടെയ്നേഴ്സെല്ലാം ഇറക്കി വെക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ 2 പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയുടെ അവിടെ നിന്ന് വൈകിട്ടൊക്കെ ഇവിടെ ആളുകളൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നതാണ്. ഇവിടെ നല്ല രസമാണ് വൈകിട്ട് വന്ന് നിൽക്കാനായിട്ട്. ഇവിടെ തന്നെയാണ്, ഇവിടെ താഴോട്ടാണ് കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. സീ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യുക.